Hello friends, welcome back to sRuchikootu. എല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെയേറെ നന്ദി. ആദ്യം തന്നെ അതുകൂടാതെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നൊക്കെ ലൈക്കും ഷെയറും ചെയ്ത് കൊടുക്കണം നിങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ലെമൺ പെപ്പർ ചിക്കനാണ്. ചെറിയൊരു അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചിക്കനുള്ള ഒരു 300-350 ഗ്രാം ഉണ്ടാവുള്ളൂ, അത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒന്ന് ലെമൺ ജ്യൂസ്, ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. അധികം പുളിയുള്ള തൈര് വേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളകാണ്. കുരുമുളക് ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, പൊടിയല്ല, ചതച്ചത്. അത് നമുക്കൊരു 1.5 ടീസ്പൂൺ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് മുമ്പ് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. അതിൻ്റെ കൂടെ നമ്മൾ ബട്ടർ ഇടുന്നുണ്ട്. എല്ലാം ഒന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടറൊക്കെ എണ്ണയിൽ ഇട്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. ഗ്രേവി ഇടണ്ട, അല്ലാതെ ചിക്കൻ പീസ് മാത്രം എടുത്തിട്ടാൽ മതി. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിക്കൊള്ളണം. ഞാനിപ്പോൾ കുറച്ച് ചിക്കനേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാലയാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു ഹൈ സ്പീഡിൽ വെച്ചിട്ടാണ്, ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫസ്റ്റ് ഒരു മിനിറ്റ് വീതം 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ മസാല ബാക്കി വന്നിട്ടുണ്ട്, ഇത് കളയരുത്, ഇത് മാറ്റി ഒരു സൈഡിൽ തന്നെ വെച്ചോളണം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ എല്ലാ പീസും ഇതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് 1 മിനിറ്റ് 2 സൈഡും ഹൈ സ്പീഡിൽ തന്നെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് വീതം 2 സൈഡ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്, ഫ്രൈ ചെയ്ത്. ഇനി നമുക്കിതൊന്ന് തീ കുറക്കണം. അതിനുശേഷം ബാലൻസ് മസാല, നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ബാലൻസ് മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പെപ്പർ പൗഡർ കുറച്ചും കൂടെ, നമുക്ക് എരിവിന് നമ്മൾ ആകെ ഇത് പെപ്പർ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്വല്പം പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക്
നമുക്ക് ചെറുനാരങ്ങ വട്ടത്തിൽ കനം കുറച്ച് ഇതുപോലെ ഞാൻ അരിഞ്ഞത് ഒന്ന് ഇടയിൽ ഇട്ട് കൊടുക്കാം. കാരണം ലെമൺ പെപ്പർ ചിക്കൻ ആണല്ലോ, അപ്പോൾ നമുക്ക് അതുപോലെ ആ ഒരു ഫ്ലേവറിന് കൂടെ വേണ്ടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് വീതം കുക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ചിക്കൻ പീസെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടണം, ഫ്രൈ ആയി കൂടെ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്, ചിക്കനൊക്കെ ഫ്രൈ ആയി. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ 2-3 പച്ചമുളക് ജസ്റ്റ് നടുനെടുവിനെ ഒന്ന് കീറിയതാണ്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ. അപ്പോൾ ആ ഗരം മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ നേരത്തെ നാരങ്ങ പീസാക്കി ഇട്ടിട്ടുണ്ടായില്ലേ, അത് നമുക്ക് എടുത്ത് മാറ്റാം. കാരണം ഓവറായി കഴിഞ്ഞാലും പുളി കൂടിപ്പോവും. അതുകൊണ്ട് അതൊന്ന് മാറ്റിയേക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു 2 മിനിറ്റ്സും കൂടെ കഴിഞ്ഞു. 2 സൈഡും നമ്മൾ ഫുള്ളായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേവി എല്ലാം വറ്റി, മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ചെറുതായിട്ട് ഞാനൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് മല്ലി ഇലയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം മേലെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ ലെമൺ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, എന്നാലേ എനിക്ക് അതനുസരിച്ച് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ കൊടുത്താൽ മതി. ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ടുമായി വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.